ഹേ ഗൈസ്, ഇന്ന് ഏപ്രിൽ 1. 22 കൊല്ലം മുമ്പ് എന്റെ ഡാഡിക്കും മമ്മിക്കും ഉണ്ടായ ഒരു കയ്യബദ്ധത്തിന് ഇന്നേക്ക് 21 വയസ്സായി. അങ്ങനെ ബർത്ത്ഡേ അവർ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോ കാണും രതീഷ് പറയുന്നത് 21 വയസ്സ് കഴിഞ്ഞാൽ ഇനി മംഗല അയക്കാം. അത് കേട്ടപ്പോഴത്തേന് നമ്മ ഫുൾ ചാർജ് ആയി. അതിനോട് ആദ്യം തന്നെ ഗണപതിനെ തൂക്കിട്ട് നമ്മ അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ കാസർഗോഡ് മധൂർ അമ്പലത്തേക്ക് എത്തി. സാധാരണ വിഷുവിന് ഓണത്തിനെല്ലാം വരുമ്പോ ഇവിടെ കാളൂത്ത സ്ഥലമാണ്, എന്താ തിരക്കും ബൊബ്ബയും എല്ലാം ആയിട്ട്. ഇന്ന് ആ പ്രശ്നം ഒന്നുമില്ല, നമ്മ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേന് രതീഷ് ആത്മീയമായ ധ്യാനത്തിലേക്കും പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മധൂർ ഇറങ്ങിയിട്ട് നമ്മ നേരെ പോയത് അങ്ങ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലിങ്കുള്ള നമ്മുടെ കാസർഗോഡ് കുമ്പളയിലുള്ള അനന്തപുരം ലേക്ക് ടെമ്പിളിലേക്ക്. അപ്പോഴത്തേന് നമ്മളെ രതീഷിന് ബബിയനെ കാണണമെന്ന്. ഇനി ബബിയനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആരെയും. ഈ ലേക്ക് ടെമ്പിളിന്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന ഒരു ക്രൊക്കഡൈൽ, ഒരു മുതലാണ് ബബിയ. അങ്ങനെ വന്നത് എന്തായാലും വെറുതെ ഗൈസ്. ബബിയ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഈ ഡിവൈൻ ക്രൊക്കഡൈലിന്റെ പേരാണ് ബബിയ. ബബിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്യൂർ വെജിറ്റബിൾ ക്രൊക്കഡൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അമ്പലത്തിലെ പൂജാരി കൊടുക്കുന്ന പ്രസാദമാണ് ബബിയയുടെ ഫുഡ്. അങ്ങനെ ബബിയനെ കണ്ടു രതീഷും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി, എന്റെ ബർത്ത്ഡേ ഹാപ്പിയായി. അങ്ങനെ ആടുന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ കൈ നോക്കുന്ന ഒരു അമ്മൂമ്മക്ക് വെറുതെ നമ്മളെ കൈ കാണിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഈ അമ്മൂമ്മ പറഞ്ഞ ഓരോ കാര്യം, ആദ്യത്തെ ബോംബ് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ ലവ് മാരേജ് ആയിരിക്കും. ജീവിതത്തിൽ 2 പെണ്ണുണ്ടാവും, ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വേറെ പെണ്ണിനെ കെട്ടും. അടുത്ത ബോംബ് സന്താനം ഭാഗ്യം 4 ഉണ്ടാവും, എനിക്ക് 4 പിള്ളേരുണ്ടാവും. അതല്ല ഓക്കെ. അവസാനം ഈ അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞു, ഈ വിഷുവിന് എനിക്കൊരു ഫോറിൻ ഗിഫ്റ്റ് കിട്ടും, അതും ഒരു പെൺകുട്ടിയായിരിക്കും തരുന്നത്. അമ്മൂമ്മന്റെ നാവ് പൊന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഒരു നല്ല മോറും കുടിച്ചിട്ട് അവിടെ നൈസരി തെറിച്ച്. രാത്രി ആയപ്പോഴത്തേന് ഈ കാലം മടന്മാർ എന്നെ പൊക്കിക്കൊണ്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് വന്നു. ശുക്രോടെ കേക്ക് ഷോ ആയിക്കോണ്ട്. അങ്ങനെ തീയും പുകയെല്ലാം കത്തിച്ചിട്ട് എന്റെ ബർത്ത്ഡേ അപ്പം മുറിക്കാൻ സമയമായി. അപ്പൊ എല്ലാരും നമ്മ പാട്ടും പാടിച്ച് ബർത്ത്ഡേ അപ്പം മുറിക്കാൻ തുടങ്ങി. ഈ മൊമെന്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വെറുതെ ഇവിടെ ജീവിച്ച് മരിക്കുന്ന കാലം നമ്മളെ കൂടെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും. നമ്മ അടിച്ചു പൊളിക്കും. ഞാൻ ദൈവത്തോട് നന്ദി ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും വലുതാണ് എന്റെ കൂടെ ഉള്ള ഇവരല്ല എന്റെ കൂടെ ഇങ്ങനെ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു. ഇത് ഇൻകംപ്ലീറ്റ് ഫ്രെയിം ആണ്. ഇനിയും കുറെ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ കൂടെ ഉള്ളത്. എന്തായാലും താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇനിയാണ് ഗൈസ് യുദ്ധം തുടങ്ങാൻ സമയമായി. ചതിച്ചോ മഹാഭദ്രേ, ഇത് അവര് തന്നെ നരഭോജികൾ. ഓടി രക്ഷപ്പെട്ടോ മക്കളെ. ചതിച്ചല്ലോ ഗന്ധർവ. അങ്ങനെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞു. എന്റെ ഈ ബർത്ത്ഡേ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് ഗൈസ്. കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 5K ഫാമിലിയും എന്റെ യൂട്യൂബിൽ 8K ഫാമിലിയും എന്റെ ഒന്നിച്ച് ആഘോഷിച്ചു ഈ ബർത്ത്ഡേ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ലവ് യു.